ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ദിസ് ക്വസ്റ്റ്യൻ 4 words are given in bold. One of these words given in bold may be either wrongly spelled or inappropriate in the context of the sentence. Find out the word that is inappropriate or wrongly spelled, if any. That word is your answer. If all the words given in bold are correctly spelled or inappropriate in the context of the sentence, mark all correct as your answer. എപ്പോഴും ഇങ്ങനെ ബോൾഡായിട്ട് തരും, അത് നല്ലോണം വായിച്ചിട്ടേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുള്ളൂ. കാരണം ഇതിലാണ് ശരിക്കും എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുക കേട്ടോ. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ബോൾഡായിട്ട് ചില വേർഡുകൾ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇനി എല്ലാം കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓൾ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഹാസ് ഓൾവേസ് ബീൻ ആൻ അറ്റ്മോസ്റ്റ് inspiration for the world at large for her fabulous wealth, both material and economic prosperity as well as spiritual excellence. അപ്പം ഇത്രയും 1 2 3 4 ഇത്രയുമാണ് എന്താണ് ഇവർ ബോൾഡായിട്ട് തരും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഈ ഓരോന്നും ഇതിൽ സ്യൂട്ട് ആവുന്നുണ്ടോ നോക്കും വേണം. പിന്നെ എന്ത് വേണം, ഇതിൻ്റെ സ്പെല്ലിംഗ് ശരിയാണോ നോക്കണം, എല്ലാം ശരിയാണോ നോക്കണം. ഇവിടെ ഇതാണോ വരുന്നത്, അല്ലെങ്കിൽ ഈ വേർഡിന് പകരം വേറെ ഏതെങ്കിലും വേർഡാണോ വരുന്നത് എന്നുള്ളതും നോക്കണം. അപ്പം കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ആൻസർ. ഇനി എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഓൾ കറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇന്ത്യ ഹാസ് ഓൾവേസ് ബീൻ ആൻ അറ്റ്മോസ്റ്റ് ഇൻസ്പിറേഷൻ. അതായത് ഇവിടെ എന്താണ്, യു ആണ് വരിക അല്ലേ, UTMOST, ഇൻസ്പിറേഷൻ ഫോർ ദ വേൾഡ് അറ്റ് ലാർജ് ഫോർ ഹെർ ഫാബുലസിൻ്റെ സ്പെല്ലിംഗ് ശരിയാണ്. പിന്നെ അതേപോലെ ഫോർ ഹെർ ഫാബുലസ് വെൽത്ത് എന്ന് പറയും. ബോത്ത് മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി ആസ് വെൽ ആസ് സ്പിരിച്വൽ എക്സലൻസ്. ഓക്കെ, അപ്പം ഫാബുലസും പ്രോസ്പെരിറ്റി എക്സലൻസും ഇവിടെ ശരിയാണ്. എവിടെയാണ് തെറ്റ് വന്നത്, അറ്റ്മോസ്റ്റിലാണ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞത് UTMOST അല്ലേ, അതായത് ഗ്രേറ്റസ്റ്റ്, എക്സ്ട്രീം ഗ്രേറ്റസ്റ്റ് അല്ലേ. അപ്പം എന്താണ്, ഇതാണ് ആൻസർ. അപ്പോൾ ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംതിങ് ഈസ് radically wrong with the entire structure of human relationships that makes man delighted in killing man, whether it be in the name of civilization or religion or anybody else. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, സംതിങ് ഈസ് റാഡിക്കലി റോങ് with the entire structure of human relationships. Okay, that makes man delighted in killing man, whether it be in the name of civilization or religion or anybody else എന്നാണ്. എനിബഡി അല്ല ഇവിടെ വരിക. എനിബഡി എന്ന് പറയുമ്പോൾ ഒരു ആളെയാണ് അല്ലേ, പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, എനിത്തിങ് ആണ് വരിക. അപ്പോൾ ആൻസർ എന്താണ്, എനിത്തിങ്. ഇവിടെ ഇവിടെയാണ് തെറ്റുള്ളത്. ഓപ്ഷൻ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്താണ് വരിക, എനിത്തിങ് ആണ് വരിക. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ് അല്ലേ. റാഡിക്കലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മാർക്ക് സുഖമായിട്ട് കിട്ടും, കാരണം വൊക്കാബുലറി ഉണ്ടെങ്കിൽ. അപ്പം ഓരോ ഇതിൻ്റെയും സ്പെല്ലിങ്ങും നമുക്ക് ഇവിടെ വേറെ ഏതെങ്കിലും വരുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മാർക്ക് സുഖമായിട്ട് ഇംഗ്ലീഷിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മോഡേൺ എക്കണോമിക്സ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ മെറ്റീരിയൽസ് ആസ് ഇറ്റ്സ് മെത്തേഡ് ഇസ് ടു മേജർ എവറിത്തിങ് ബൈ മീൻസ് ഓഫ് എ മണി പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എക്കണോമിക്സ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ മെറ്റീരിയൽസ് ആസ് ഇറ്റ്സ് മെത്തേഡ് ഇസ് ടു മേജർ എവറിത്തിങ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തോ ഒരു പന്തികേടുണ്ട്. മേജർ എവറിത്തിങ് എന്ന് പറയുന്നത് അങ്ങനെ പറയുമോ, മേജർ വരില്ലല്ലോ. മെഷർ എവറിത്തിങ് അല്ലേ,
ഇവിടെ മേജർ അല്ല വരിക, മെഷറാണ് വരിക. ഇവിടെയാണ് തെറ്റ് വരുന്നത്. മേജർ അല്ല ഇവിടെ അവർ ഉദ്ദേശിച്ചത്, മെഷറാണ്. മെഷർ എവറിത്തിങ് ബൈ മീൻസ് ഓഫ് എ മണി പ്രൈസ്. കണ്ടോ? അപ്പോൾ ഇവിടെയാണ് എന്ത് തെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മേജറാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിൻസസ് നൈഷൂസ് മമ്മി at the State Museum in Hyderabad just got a longer lease of life after it was moved to a new oxygen free glass hosting. ഓക്കെ, ഇവിടെ നോക്കുക, എല്ലാത്തിൻ്റെയും സ്പെല്ലിംഗ് ശരിയാണോ നോക്കുക. മമ്മി, ലീസ്, LEASE, മൂഡ്, ഹോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിൻസസ് നൈഷൂസ് മമ്മി at the State Museum in Hyderabad just got a longer lease of life after it was moved to a new oxygen free glass hosting. ഇത് കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഇവിടെ തന്ന 4 എണ്ണവും കറക്റ്റാണ്. അപ്പോൾ എന്താ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? ഓൾ കറക്റ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോലീസ് ഈസ് ലൈക്ലി ടു സമോൺ ദ മെമ്പേഴ്സ് ടു ഫൈൻഡ് ഔട്ട് who created the meme and those who handle the Twitter account. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. പോലീസ് ഈസ് എന്ന് പറയില്ല, പോലീസ് ആർ എന്നേ വരുള്ളൂ. അപ്പോൾ ദ പോലീസ് ആർ ലൈക്ലി ടു സമ്മോൺ ദ മെമ്പേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ഹു ക്രിയേറ്റഡ് ദ മീം ആൻഡ് ദോസ് ഹു ഹാൻഡിൽ ദ ട്വിറ്റർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയാണ് തെറ്റുള്ളത്? ഈസ് അല്ല, ഇവിടെ എന്താണ് വരേണ്ടത്? ആറാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 5 മാർക്സ് നമുക്ക് വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യരുത്, കാരണം വെറുതെ കിട്ടിയ മാർക്ക് കൂടെ കൊണ്ടേ കളയരുത്. ഓക്കെ, അപ്പം വൊക്കാബുലറി ഉണ്ടാക്കുക നന്നായിട്ട്. ഇനി എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.